വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി ദില്ലിമേം ഉനീംദേം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രൂപയെ കാ സിക്ക സബ്കോ ദൗഡാ രഹാ ഹെ. രൂപയുടെ നാണയം എല്ലാവരെയും ഓടിക്കുന്നു. കിസി കെ ഹിസ്സേമേം കം കിസി കെ ഹിസ്സേമേം ജ്യാദ. ചിലരുടെ അടുത്ത് കുറവും ചിലരുടെ അടുത്ത് കൂടുതലും. ഇസ്സെ ആപ്പിനെ ക്യാ സമച്ച. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ, മനുഷ്യക്കോ ജീവൻ ജീനെ കെ ലിയെ പൈസയ്ക്ക് ആവശ്യകത ഹോത്തി ഹെ. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പണം ആവശ്യമാണ്. ലോക് മെഹ്നത്ത് കർക്കെ പൈസ കമാത്തെ ഹെ. ജനങ്ങൾ നന്നായി പരിശ്രമിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു. കുച്ച് ലോഗോം കോ അധിക പൈസ മിൽത്താ ഹെ. എന്നാൽ ചില ആളുകൾ അധികം പൈസ സമ്പാദിക്കുന്നു. കുച്ച് ലോഗോം കോ അധികം മെഹ്നത്ത് കർനെ പർ ഭി കം പൈസ മിൽത്താ ഹെ. ചില ആളുകൾ അധികം പരിശ്രമിച്ചാലും കുറഞ്ഞ പൈസയാണ് അവർക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയെ കുച്ച് കരേങ്കി. സർക്കാർ എനിക്ക് വേണ്ടി അതിനുശേഷം എന്തെങ്കിലും ചെയ്യുമോ? ജനത സർക്കാർ സെ ക്യാ ക്യാ ഉമ്മീദേ രഖ്തി ഹെ. പൊതുജനങ്ങൾ സർക്കാരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ആൻസർ, ജനത നൗകരി ന്യായ് ഔർ സുരക്ഷ കി ഭി ഉമ്മീദ് രഖ്തി ഹെ. ജനങ്ങൾ തൊഴിലും നീതിയും സുരക്ഷയും പ്രതീക്ഷിക്കുന്നു. വഹ് അച്ചി ശിക്ഷ ഔർ സ്വാസ്ഥ്യ സേവ ചാഹ്തി ഹെ. അവർ നല്ല വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ആഗ്രഹിക്കുന്നു. സമാനത ഔർ ബുനിയാദി സുവിധായും ഭി ചാഹ്തി ഹെ. സമത്വവും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് വേണം, അവരതും ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗർ മേരി കഹാനി സുനിനെ സെ ആപ്കാ കാം ഹോത്താ ഹെ തോ മേം ജാഊംഗ. ഒരു പക്ഷെ എന്റെ കഥ കേൾക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമാകുമെങ്കിൽ ഞാൻ വരാം. യഹാം റിക്ഷ ചാലക് കാ കോൻസാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ ഓട്ടോ ഡ്രൈവറുടെ എന്ത് വികാരമാണ്, എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്? ആൻസർ നോക്കാം. റിക്ഷ ചാലക കാ മനോഭാവ് യഹ് ഹെ കി യദി ഉസ്കി ജീവൻ കഹാനി സെ കിസി കോ ലാഭ് മിൽത്തി ഹെ തോ ഉസെ അച്ഛാ ലഗ്താ ഹെ. അദ്ദേഹത്തിന്റെ ജീവിത കഥയിൽ നിന്ന് ആർക്കെങ്കിലും പ്രയോജനം ലഭിക്കുകയാണെങ്കിൽ തനിക്കത് നല്ലതായി തോന്നുമെന്ന് റിക്ഷാചാലകൻ ചിന്തിച്ചു. അപ്പോൾ റിക്ഷാചാലകൻ ചിന്തിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിത കഥ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ലഭിക്കുമെങ്കിൽ അത് നല്ലതാകും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീന്ത് കോ യഹാം അസംഭവ് ക്യോ ബത്തായ ഗയാ ഹോങ്ക. എന്തുകൊണ്ടാണ് ഇവിടെ ഉറക്കം അസാധ്യമാണെന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ നോക്കാം. രാജാറാം നാമക് ഓട്ടോ ചാലക് ഗരീബ് ജീവൻ ജീത്താ ഹെ. രാജാറാം എന്നു പേരുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ദരിദ്ര ജീവിതമാണ് നയിക്കുന്നത്. വഹ് ബേഘർ ഹെ. അദ്ദേഹത്തിന് വീടില്ല. വഹ് ദിൻ ഭർ ഓട്ടോ ചലാത്ത ഹെ. അദ്ദേഹം പകല് മുഴുവൻ ഓട്ടോ ഓടിക്കുന്നു. രാത് കോ ഉസെ ഓട്ടോ മേം ഹി സോനാ പഡ്താ ഹെ. രാത്രിയിൽ അദ്ദേഹം ഓട്ടോയിൽ തന്നെ ഉറങ്ങുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ഉസ്കെ ലിയെ നീന്ത് അസംഭവ് ബത്തായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കം അസാധ്യമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോ വക്ത് കി റോട്ടി മിൽ ജായേം ഗനീമത്ത് ഹെ. 2 നേരം ഭക്ഷണം കിട്ടിയാൽ തന്നെ അത് അനുഗ്രഹമാണ്. ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ. ഈ പ്രസ്താവനയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ നോക്കാം. ഗരീബ് ഔർ ബേഗർ രാജാ റാം ഹർ ദിൻ ഓട്ടോ ചലാക്കർ ജീവൻ ബിത്താത്ത ഹെ. ദരിദ്രനും വീടില്ലാത്ത ആളുമായ രാജാറാം ദിവസവും ഓട്ടോ ഓടിച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത്. ഉസെ കാം കർക്കെ പേട് ഭർ റൊട്ടി മിൽ ജായേ തോ വഹ് ഉസി മേ സന്തുഷ്ട രഹ്താ ഹെ. അദ്ദേഹം ജോലി ചെയ്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ അദ്ദേഹം തൃപ്തനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തബ് ക്യാ ഉസ്കി ദക്കാൻ കെ സബ് സാൽ ഉസ്മേം ജുഡ് ഗയേ ഹെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷീണത്തിന്റെ എല്ലാ വർഷങ്ങളും അതിനോട് ചേർന്നിട്ടുണ്ടോ? ലേഖികാനെ ഐസാ ക്യോം സോച്ചാ ഹോങ്ക. എന്തുകൊണ്ടാണ് ലേഖിക ഇങ്ങനെ ചിന്തിച്ചത്?
आंसर रिक्शा चालक का शरीर बहुत കംസോർ ഹോ ഗയാ था. ഓട്ടോ ഡ്രൈവറുടെ ശരീരം വളരെ വീക്കായിട്ടുണ്ട്, ദുർബലമായിട്ടുണ്ട്. ഉസ്കി ആംഖേം ദം സി ഹുയി തി, അദ്ദേഹത്തിന്റെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. ചേഹരെ കി ഹട്ടിയ ഉപരി ഹുയി തി, മുഖത്തെ എല്ലുകൾ വ്യക്തമായി കാണാം. കഠിൻ मेहनत और आराम की कमी से उसका शरीर पूरी तरह कमजोर हो गया. വലിയ പരിശ്രമവും വിശ്രമത്തിന്റെ കുറവും കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം വളരെ ദുർബലമായിട്ടുണ്ട്. പൂരീ തരഹ് കംസോർ ഹോ ഗയാ ഹെ, പൂർണ്ണമായും ദുർബലമായിരിക്കുന്നു. हम एक ही शहर में रहते हुए दो अलग मौसमों में रहते हैं. നമ്മൾ ഒരേ നഗരത്തിലാണ് താമസിക്കുന്നത്, എന്നിട്ടും നമുക്ക് രണ്ട് വ്യത്യസ്ത സീസണുകൾ കാണപ്പെടുന്നു, അനുഭവപ്പെടുന്നു. അന്ന ഔർ ഭൂക്ക് കെ മൗസം മേം, ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും സീസൺ, ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും ഋതുക്കൾ. ഗർ ഔർ ബേകരി കെ മൗസം മേം, വീടുള്ളതും വീടില്ലാത്തതുമായ സീസണിൽ. ഇസ് കഥൻ പർ ആപ് കാ വിചാർ ക്യാ ഹെ, ഈ പ്രസ്താവനയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആൻസർ നോക്കാം. ഏക് ഹി ഷഹർ മേം രഹ്നെ പർ ഭി ലോഗോം കി ജിന്ദഗി അലഗ് അലഗ് ഹോത്തി ഹെ, ഒരേ നഗരത്തിലെ ആളുകളുടെ ഒരേ നഗരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ആളുകളുടെ ജീവിതം വ്യത്യസ്ത രൂപത്തിലാണ്. കുച്ച് ലോഗോം അമീർ ഹോത്തെ ഹെ, ചില ആളുകൾ ധനികരാണ്. അവർ സുഖ സുവിധായമേം രഹത്താ ഹെ, അവർ നല്ല സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു. കുച്ച് ലോഗ് ഗരീബ് ഹോത്താ ഹെ, എന്നാൽ ചിലർ ദരിദ്രരാണ്. ഔർ ഭൂക്ക് വ കഠിനായോമേം ജീവൻ ബിത്താത്തെ ഹെ, വിശപ്പും കഷ്ടപ്പാടിലും ജീവിതം അനുഭവിക്കുന്നു. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് കിസ്നെ കിസ്സെ കഹ, ആര് ആരോട് പറഞ്ഞു എന്നതാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആപ്കാ മത്ലബ് ആപ് തബ് സെ സടക്ക് പർ ഹി ഹെ, നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അന്ന് മുതൽ നിങ്ങൾ റോഡിലായിരുന്നു എന്നാണോ? ലേഖികാനെ രാജാറാം സെ, ലേഖിക രാജാറാമിനോടാണ്. മേം ആപ്കാ സോഫ ഗന്ദാ നഹീം കർനാ ചാഹത്താ ഹൂം, ഞാൻ നിങ്ങളുടെ സോഫ വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാജാറാം ലേഖികയോട്. ആം ലോഗോം കോ ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേങ്ക, സാധാരണക്കാർ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയും. ലേഖിക രാജാറാം സെ, രാജാറാമിനോട്. ആപ്കെ ലിയേ ഏക് അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ, നിങ്ങൾക്കൊരു നല്ല ദിവസം എന്ന് പറയുന്നത് എന്നാണ്? എന്താണ്? ലേഖികാനെ രാജാറാം സെ, ലേഖിക രാജാറാമിനോട്. ദോ വക്ത് കി റൊട്ടി മിൽ ജായെ ഗനീമത്ത് ഹെ, രണ്ടു നേരം ഫുഡ് ലഭിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. രാജാറാം ലേഖിക സെ. ആപ്കെ പാസ് ഭി കോയി താക്കത്ത് നഹി ഹെ, ആപ് ഭി മേരെ ജൈസി ഹെ, നിങ്ങൾക്കും ഒരു ശക്തിയില്ല, നിങ്ങളും എന്നെ പോലെ തന്നെയാണ്. രാജാറാം ലേഖിക സെ. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഹർ വാക്യ കിസ്സെ സംബന്ധിത് ഹെ, ഓരോ വാക്യവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആര് പറഞ്ഞ വാക്യങ്ങളാണ് എന്നാണ് എഴുതേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. രാജാറാം കോ പുരാന ഓട്ടോ ലേ ദിയ, രാജാറാമിന് ഒരു പഴയ ഓട്ടോ വാങ്ങിച്ചു. ആരാണ്? ദയാലു അമീർ ആദ്മി. നെക്സ്റ്റ് റേഡിയോ കെ ലിയേ പ്രോഗ്രാം ബനാ രഹി ഹെ, റേഡിയോ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നു. ലേഖിക. പഹലെ ഗാവ് കെ ഖേത്തോ മേ മസ്ദൂരി കർത്താ താ, ആദ്യം ഗ്രാമത്തിലെ വയലുകളിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. രാജാറാം. ഹാർവർഡ് കെ ദിനോ മേ ലേഖിക കാ സാത്തി രഹ, ഹാർവർഡ് കാലങ്ങളിൽ ലേഖികയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു സാൻഡി. ബച്പൻ സേ ഹി ബാപ്പ് അന്ധാ ഹോ ഗയാ, കുട്ടിക്കാലം മുതൽ അച്ഛൻ അന്ധനായിരുന്നു. രാജാറാം. സാക്ഷാത്കാർ കി റെക്കോർഡിംഗ് കർ രഹാ ഹെ, ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നു. സാൻഡി. ചാന്ദിനി ചൗക്ക് മേം റിക്ഷ ചലാത്താ ഹെ, ചാന്ദിനി ചൗക്കിൽ ഓട്ടോ ഓടിക്കുന്നു. രാജാറാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് വാക്യോം കോ സഹി ക്രം സെ ലിഖേ, വാക്യങ്ങളെ ഓർഡറിലാക്കാനാണ്. നമ്മുടെ ഈ തന്നിട്ടുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആദ്യം നടന്നത് ആദ്യം എഴുതുക, അങ്ങനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റ് വരുന്നത് ബാരിഷ് മേം ഉസ്കാ ഗർ ദഹ് ഗയ, മഴയിൽ അദ്ദേഹത്തിന്റെ വീട് തകർന്നു. ഗാവ് മേം സിർ പർ ബോച്ച ഡോത്താ രഹ, ഗ്രാമത്തിൽ തലയിൽ ഭാരം ചുമന്നുകൊണ്ടിരുന്നു.
ദില്ലി ജാനെ കാ നിശ്ചയ് കിയ, പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പനെ ഗാവ് സെ കാൺപൂർ ഗയ, അദ്ദേഹം ആദ്യം തന്റെ ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്ക് പോയി. പിന്നീട് എന്താ സംഭവിച്ചത്? 8 സാൽ തക് സൈക്കിൾ റിക്ഷ ചലാത്ത രഹ, 8 വർഷം വരെ അദ്ദേഹം സൈക്കിൾ റിക്ഷ ഓടിച്ചു. 1.5 സാൽ തക് മുഫ്ത് മേം സേവ കർത്താ രഹ, 1.5 വർഷം സൗജന്യമായി ഒരാൾക്ക് സേവനം ചെയ്തു. ആട്ടോ കോഹി അപ്പന ഘർ ബനായ, ഓട്ടോയെ തന്റെ വീടാക്കി മാറ്റി. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പഠേം പഹ്ചാനേം, വായിക്കുക, മനസ്സിലാക്കുക, നോക്കാം. മേം ने इससे पहले किसी बेघर के बारे में नहीं सोचा था. एक बेफिक्र नींद का न मिलना किसी की आत्मा में कहाँ सुराग कर सकता है. ഇങ്ങനെ 2 സെന്റൻസ് തന്നിട്ടുണ്ട്. രേഖാങ്കിത ശബ്ദവും की വിശേഷതാവും पर ചർച്ച करें. അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന്റെ വിശേഷതകൾ ചർച്ച ചെയ്യുക. നീച്ചയ്ക്ക് താലിക വരെ, താഴെ തന്ന ഈ കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബേഘർ, ബേഫിക്ർ എന്നൊക്കെ പറഞ്ഞാല് ഗർ വീട്, ബേഗർ വീടില്ലാത്തത്, ഫിക്ർ ലക്ഷ്യം, ബേഫിക്ർ ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ അലക്ഷ്യമായി. ബിന എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ബേ എന്ന ഉപസർഗം ഒരു വേർഡിന്റെ മുൻപ് ചേർത്തപ്പോൾ ബിന എന്ന അർത്ഥത്തിലാണ് വരുന്നത്, ഒരു ഓപ്പോസിറ്റ് അർത്ഥത്തിലാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് കോളം ഫിൽ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗർ, ഇവിടെ തന്നിട്ടുള്ളത് സംജ്ഞ നൗൺസുകളാണ്. ഗർ, അതിനെ ബേ എന്ന ഉപസർഗ് വാലെ ശബ്ദ ബേ ചേർത്ത് എഴുതാൻ, ബേഗർ വീടില്ലാത്തത്. അർത്ഥ്, ഇതിന്റെ അർത്ഥം ബേഗർ എന്നതിന്റെ മീനിങ് ജിസ്കാ കോയി ഘർ ന ഹോ, ആർക്കാണ് വീടില്ലാത്തത്, ഒരു വീടുമില്ലാത്തത് ആർക്കാണോ അതിനാണ് ബേഗർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെയൊക്കെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസറിലോട്ട് പോകാം. അതുപോലെ ഫിക്ർ, ബേഫിക്ർ, ജിസ്കി കോയി ഫിക്ർ ന ഹോ. കാം, ബേകാം, ജിസ്കാ കോയി കാം ന ഹോ, ജോലി, ജോലി ഇല്ലാത്തത്, ആർക്കാണോ ജോലി ഇല്ലാത്തത്. നാം, ബേനാം, പേരില്ലാത്തത്, ജിസ്കാ കോയി നാം ന ഹോ. ഹോഷ്, ബോധം, ബേഹോഷ്, അബോധം, ജിസ്കാ കോയി ഹോഷ് ന ഹോ, ആർക്കാണ് ബോധമില്ലാത്തത് അവരാണ് ബേഹോഷ്. ഷർമ്, നാണം, ബേഷർമ്, ജിസ്കി കോയി ഷർമിൻ ഹോ, ആർക്കാണ് നാണമില്ലാത്തത്. ഹിസാബ്, കണക്ക്, ബേഹിസാബ്, ജിസ്കാ കോയി ഹിസാബ് ന ഹോ, ആർക്കാണോ ഒരു കണക്കും ഇല്ലാത്തത്. നെക്സ്റ്റ് വരുന്നത് പഹ്ചാനേൻ ലിഖേ, മനസ്സിലാക്കി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാർ മേരെ ലിയേ കുച്ച് കരേങ്കി, സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. മേം ആ ജാവുങ്ക, ഞാൻ വരും. രേഖാങ്കിത ശബ്ദവും കോ പ്രയോഗി വിശേഷതാവും പർ ചർച്ച കരെ, അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന്റെ വിശേഷതകൾ, പ്രത്യേകതകൾ ചർച്ച ചെയ്യുക. ഐസേ വാക്കി പാഠ്സേ ചാണ്ടക്കറിലേക്ക്, ഇങ്ങനെയുള്ള വാക്കുകൾ എന്താ പാഠത്തിൽ നിന്ന് വാചകങ്ങൾ പാഠഭാഗത്ത് തെരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ കരേം, ഘി, ജാവുങ്ക എന്ന് വരുന്നത് ഭാവി കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാവി കാലത്തിൽ വരുന്ന വേർഡ്സുകൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ജാവുങ്ക, ദേഖൂങ്കി, പാവുങ്കി, ദംസി ദേക്കേങ്കി, ഇങ്ങനെയൊക്കെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ജരാ ധ്യാൻ ദേ, ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ്. ഉസ്കി ഗാംസി നെഹി രുക്തി ഹേ, അവന്റെ ചുമ നിൽക്കുന്നില്ല. ഉസ്കാ ഓട്ടോ നെഹി രുക്താ ഹേ, അവന്റെ ഓട്ടോയും നിർത്തുന്നില്ല. അതിനെങ്ങനെ എഴുതിയിട്ടുണ്ട്? ന ഉസ്കി ഗാംസി രുക്തി ഹെ ന ഉസ്കാ ഓട്ട, അവന്റെ ചുമയോ ഓട്ടോയോ നിർത്തുന്നില്ല. അപ്പൊ ആ 2 സെന്റൻസിനെയും ന എന്ന് ചേർത്തിട്ട് ഒരൊറ്റ സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. नीचे दिए गए सरल वाक्यों को नमूने के അനുസാർ ബദൽക്കർ ലിഖേ, മുകളിൽ തന്ന സാമ്പിൾ അനുസരിച്ച് താഴെ പറയുന്ന ലളിതമായ വാക്യങ്ങൾ മാറ്റി എഴുതുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമൻ കോ തമിഴ് നഹീം ആത്തി ഹേ, അമൻ കോ തെലുങ്കു നഹി ആത്തി ഹേ. അല്ല, അമൻ അമൻ അമന് തമിഴ് അറിയില്ല, അമന് തെലുങ്കു അറിയില്ല. അപ്പൊ എന്ത് എഴുതണം? ന അമൻ കോ തമിഴ് ആത്തി ഹെ ന തെലുങ്കു, അമന് തമിഴും തെലുങ്കും അറിയില്ല. ഈ രൂപത്തിൽ മാറ്റണം. ദീദി ചായ് നഹീം പീത്തി ഹേ, ദീദി ഷർബത്ത് നഹീം പീത്തി ഹേ, ദീദി ചായ കുടിക്കില്ല, ദീദി ഷർബത്ത് കുടിക്കില്ല. അപ്പൊ ന ദീദി ചായ് പീത്തി ഹേ ന ഷർബത്ത്, ദീദി ചായയോ ഷർബത്തോ കുടിക്കില്ല.
നാനിക്കോ സിനിമ പസന്ത് നഹി, മുത്തശ്ശിക്ക് സിനിമ ഇഷ്ടമില്ല. നാനിക്കോ നാടക പസന്ത് നഹി, മുത്തശ്ശിക്ക് നാടകവും ഇഷ്ടമില്ല. നാനിക്കോ സിനിമ പസന്ത് നാടക, ഞാനിക്ക് സിനിമയോ നാടകമോ ഇഷ്ടമില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ക്രിയാപദം കി വിശേഷത സമച്ചേം. ക്രിയാപദിന്റെ വിശേഷതകൾ, പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ക്രിയാപദ് ക്രിയ തന്നെയാണ്. നോക്കാം. മേംനെ തയ് കിയാ കി ദില്ലി ചലേം. ഞാൻ തീരുമാനമെടുത്തു. തൈ കിയ തീരുമാനിച്ചു. ദില്ലി ചലേം ഡൽഹിയിലേക്ക് പോകാൻ. ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. നെക്സ്റ്റ് ലോഗോം കോ ആപ്കെ ജീവൻ കെ ബാരെ മേ പതാ ചലേങ്ക. ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയും. പതാ ചലേങ്ക അറിയും. രേഖാങ്കിത് പ്രയോഗം പർ ധ്യാൻ ദേ. താഴത്ത് അടിവരയിട്ടുള്ള പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ऐसे कुछ विशेष प्रयोग पाठ से चुन लें और अपने वाक्य में प्रयोग करें. അങ്ങനെയുള്ള ചില വിശേഷ പദങ്ങൾ, ചില പ്രത്യേകതയുള്ള പദപ്രയോഗങ്ങൾ, ക്രിയാപദങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ നിങ്ങൾ സ്വയം വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പനെ വാക്യമേ പ്രയോഗിക്കരെ, നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് വരുന്നത് റോൾ പ്ലേ ചലായേ. റോൾ പ്ലേ ചെയ്യാനാണ്. പഠിത സംസ്മരണം കി ഘടനാക്കി ആധാർ പർ റോൾ പ്ലേ ചലായേ. നിങ്ങൾ വായിച്ച ഓർമ്മക്കുറിപ്പിന്റെ ഒരു ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി റോൾ പ്ലേ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദോസ്തോം സെ ചർച്ച കരേം. നെക്സ്റ്റ് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. രാജാറാം ജൈസെ ലോഗോം കി സമസ്യാओं के क्या क्या कारण होंगे. രാജാറാമിനെ പോലെയുള്ളവരുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താവാം. എന്താണ് രാജാറാമിന്റെ പ്രശ്നം? അവർക്ക് വീടില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നു അല്ലെ. ആൻസർ ഗരീബി ഔർ റോസ്ഗാർ കി കമി. ഗരീബി ദാരിദ്ര്യാവസ്ഥ, ദരിദ്രം. ഔർ റോസ്ഗാർ കി കമി തൊഴിലില്ലായ്മ, തൊഴിലിന്റെ അഭാവം. ഉചിത ശിക്ഷ ഔർ സ്വാസ്ഥ്യ സുവിധാവും ക അഭാവ്, നല്ല വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യ സൗകര്യങ്ങളുടെയും കുറവ്. സമാജ് മേം ഉപേക്ഷ ഔർ അസമാനത, സമൂഹത്തിൽ നിന്ന് അവഗണനയും അസമത്വവും. പ്രാകൃതിക ആപദായും, പ്രകൃതി ദുരന്തങ്ങൾ. ഇങ്ങനെയെല്ലാമാണ് രാജാറാമിനെ പോലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജാറാം ജൈസെ ലോഗോം കി സാമാജിക പ്രഗതി കെ ലിയെ ഹം ക്യാ ക്യാ കർ സക്തെ ഹെ. രാജാറാമിനെ പോലുള്ള ആളുകളുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. ആൻസർ ശിക്ഷ ഔർ കൗശൽ വികാസ് കെ അവസർ ദേന. വിദ്യാഭ്യാസത്തിനും അവരുടെ കഴിവ് വികസിപ്പിക്കാനുള്ള അവസരം നൽകുക. കൗശൽ വികാസ്, നൈപുണ്യ വികസനം, കഴിവ് വികസിക്കാനുള്ള അവസരം നൽകുക. റോസ്ഗാർ കെ സാധൻ ഉപലബ്ധ കരാന, തൊഴിൽ മാർഗങ്ങൾ ലഭ്യമാക്കുക. സമാജ് മേം ഇൻകെ പ്രതി സഹാനുഭൂതി ഔർ സമ്മാൻ കി ഭാവന രഖന. സമൂഹത്തിൽ അവരോടൊരു സഹാനുഭൂതിയും റെസ്പെക്റ്റും വളർത്തിയെടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. ബേഗരോം കി സമസ്യ വിഷയ പർ ലഘു ലേഖ് ലിഖേം. വീടില്ലാത്ത സിറ്റുവേഷൻ എന്ന അവസ്ഥയെക്കുറിച്ചൊരു ലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുക. ബേഗരോം കി സമസ്യ, ഭവനരഹിതരുടെ പ്രശ്നം. ബേഗർ ഹോന എക് ഗംഭീർ സമസ്യ ഹെ. വീടില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്, ഒരു ഗുരുതര പ്രശ്നം തന്നെയാണ്. ഹമാരെ ദേശ് മേം അനേക് ലോഗ് ബേഗർ ഹെ. നമ്മുടെ രാജ്യത്തിൽ നിരവധി ആളുകൾക്ക് വീടില്ല. ബേഗരോം കി സമസ്യ വാസ്തവമേ സർക്കാർ കി ഭി സമസ്യ ഹെ. വീടില്ലാത്തവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പ്രശ്നം തന്നെയാണ്. ജിൻകെ പാസ് അപ്പന ഘർ ഹെ. ആരുടെ അടുത്താണോ സ്വന്തമായി വീടുള്ളത്, വേ ബേഗർ ലോഗോം കി പീഡ നഹി സമജ്ത്തെ. അവർ വീടില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഗർ മനുഷ്യ കി ബുനിയാദി ആവശ്യകതാവുമേം സെ ഏക് ഹെ. വീട് എന്നത് മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ്.
യഹ് സമാജ് കെ ലിയെ അപമാൻ കി ബാത്ത് ഹെ. ഇത് സമൂഹത്തിന് അപമാനിതമായ കാര്യമാണ്. കി ഏതെന്നാൽ ഹമാരെ കുച്ച് ഭായി സടക്കോം കെ കിനാരെ സോനെ കോ മസ്ബൂത്ത് ഹെ. നമ്മുടെ ചില സഹോദരന്മാര് റോഡരികിൽ ഉറങ്ങാൻ നിർബന്ധിതയാകുന്നു. നമ്മുടെ ചില സഹോദരന്മാർ റോഡരികിൽ ഉറങ്ങാൻ നിർബന്ധിതയാകുന്നത് സമൂഹത്തിന് തന്നെ അപമാനിതമാണ്. ഇൻ ലോഗോം കെ ജീവൻ കി ഗോപനീയത നഹി ഹോത്തി. ഇവരുടെ ജീവിതത്തിൽ, ഈ ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് ഗോപനീയത ഗോപനീയത സ്വകാര്യത, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യതകളൊന്നുമില്ല. വേ സമയ്ക്ക് പാബന്ദി ബി നഹീം രഖ് പാത്തെ. അവർക്ക് സമയത്തിന് കൃത്യനിഷ്ഠത പാലിക്കാൻ, സമയനിഷ്ഠ പാലിക്കാൻ അവർക്ക് കഴിയില്ല. ഇസ് കാരൺ ഉൻകാ ജീവൻ അവ്യവസ്ഥിക് ഹോ ജാത്താ ഹെ. ഈ കാരണം കൊണ്ട് അവരുടെ ജീവിതം ഓർഡർലെസ് ആയി മാറുന്നു, താറുമാറാകുന്നു. ഈ സമസ്യാക്ക സമാധാൻ ശീഘ്ര കർണ ചാഹിയെ. ഈ പ്രോബ്ലത്തിന് പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തണം, പെട്ടെന്ന് തന്നെ ചെയ്യണം, പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. സർക്കാർ ഔർ പ്രത്യേക നാഗരിക. സർക്കാർ ഓരോ പൗരനും ഇസ് ദിശാമേം പ്രയാസ് കർണ ചാഹിയെ. ഈ അവസ്ഥയ്ക്ക് വേണ്ടി, ഇതിനു വേണ്ടി പരിശ്രമിക്കണം. ഇത്രയാണ് ഈ ലേഖനം. ലേഖനം എഴുതി കഴിഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി വെക്കാൻ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലേഖനം തന്നെയാണ്. അപ്പൊ ഇതാണ് ദില്ലി മേം ഉനീന്ദെ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ പാഠത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡയറി, പടുകഥ, ബാത്ത് ചീത്ത് എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. മറ്റു വീഡിയോസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് കാണാനും മറന്നു പോകരുത്. താങ്ക് യു.